വിലയുള്ളത് വിലക്കുറവിൽ ഇനി കുന്നംകുളത്ത്. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിങ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. മാനസിക വിഭ്രാന്തിയുള്ള 2 മക്കളുമായി അബ്ദുറഹ്മാൻ കഴിയുന്നത് ഓലപ്പുരയിൽ. സഹായം തേടി അധികൃതരുടെ മുന്നിൽ കൈനീട്ടിയിട്ടും കനിയുന്നില്ല. ഈ കുടുംബത്തിന് കിട്ടിയ റേഷൻ കാർഡ് APL ആയതിനാൽ സർക്കാർ ആനുകൂല്യങ്ങളും മുടങ്ങുന്നു. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ ചോലക്കുന്നിൽ താമസിക്കുന്ന കണ്ണയിൽ പറമ്പിൽ അബ്ദുറഹ്മാന്റെ ജീവിതം കണ്ടാൽ ആരുടെയും മനസ്സ് അലിയുമെങ്കിലും കനിവ് കാട്ടേണ്ട അധികൃതർ ഈ കുടുംബത്തിന് മുന്നിൽ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. 4 സെന്റ് ഭൂമിയിൽ 1 മുറിയുള്ള ഓലപ്പുരയിലാണ് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന 2 ആൺമക്കളുമായി ഇദ്ദേഹം ദുരിത ജീവിതം നയിക്കുന്നത്. ഈ വീട് വാസയോഗ്യമല്ലാത്തതിനാൽ മക്കളെ പടിഞ്ഞാറങ്ങാടിയിലുള്ള ഒരു യത്തീംഖാനയിൽ നിർത്തി പഠിപ്പിക്കുകയാണ്. മക്കൾക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതിനാൽ സമയാസമയങ്ങളിൽ ഭക്ഷണവും മരുന്നും നൽകേണ്ടതിനാൽ ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാനും കഴിയുന്നില്ല. കുതിരവട്ടം മാനസിക രോഗ ആശുപത്രിയിലാണ് മക്കൾക്ക് ചികിത്സ നൽകുന്നത്. എല്ലാ മാസവും ഇവിടെ എത്തി ചികിത്സ നടത്തണം. മൂത്ത മകൻ അബ്ദുൽ സലാമിന് 24 വയസ്സും രണ്ടാമത്തെ മകൻ അബ്ദുൽ ഷമീറിന് 22 വയസ്സുമാണ്. 6 വർഷം മുമ്പ് ആദ്യ ഭാര്യ മരിച്ചു പോയതോടെയാണ് ഈ 2 മക്കളും മാനസിക അസുഖം പ്രകടിപ്പിച്ചു തുടങ്ങിയത്. ഭാര്യൻ്റെ മരണശേഷമാണ് ചെക്കന്മാർക്ക് ഇങ്ങനെ അസുഖം പിടിപെട്ടത്. പഞ്ചായത്തിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു മറുപടി കിട്ടിയിട്ടില്ല. ആദ്യ ഭാര്യയുടെ വീട്ടുകാർ വാങ്ങി നൽകിയതാണ് 4 സെന്റ് ഭൂമി. ഓലപ്പുര ചോർന്നൊലിച്ചതോടെ പ്രദേശത്തെ സുമനസ്സുകൾ ചേർന്ന് വീടിന് മുകളിൽ ടാർപ്പായ വിരിച്ചു നൽകിയെങ്കിലും അതും നശിച്ച അവസ്ഥയിലാണ്. ഭാര്യയുടെ മരണശേഷം അബ്ദുറഹ്മാൻ മറ്റൊരു വിവാഹം കഴിച്ചെങ്കിലും ഈ വീട് വാസയോഗ്യമല്ലാത്തതിനാലും മക്കൾ മാനസിക അസുഖം പ്രകടിപ്പിക്കുന്നവരായതിനാലും ആ ഭാര്യയും മക്കളും ഇവിടെ വന്ന് താമസിക്കാറില്ല. വീട് നിൽക്കുന്ന 4 സെന്റ് ഭൂമി പോലും സുമനസ്സുകളുടെ ശ്രമഫലമായി അടുത്ത കാലത്താണ് സ്വന്തമായി രജിസ്റ്റർ ചെയ്ത് കിട്ടിയത്. ചോർന്നൊലിച്ച് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഓലപ്പുരയിൽ കഴിയുന്ന ഈ കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത് APL റേഷൻ കാർഡാണ്. ആയതിനാൽ തന്നെ സർക്കാർ സഹായങ്ങൾ ഒന്നും ഇവർക്ക് ലഭിക്കുന്നുമില്ല. പ്രദേശവാസികൾ നൽകുന്ന സഹായം കൊണ്ടാണ് ഇപ്പോൾ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ കാണിച്ച് ജില്ലാ കലക്ടർക്കും വട്ടംകുളം പഞ്ചായത്ത് സെക്രട്ടറിക്കും അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ യാതൊരുവിധ നടപടിയും ഈ അപേക്ഷകൾക്കുമേൽ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അടിയന്തരമായി തന്നെ ഈ കുടുംബത്തിന്റെ ദുരവസ്ഥയിൽ അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികൾ അപേക്ഷിക്കുന്നത്. NCV ന്യൂസ്, എടപ്പാൾ.